കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ സെല്ല് ഡയറക്റ്റ് ആയിട്ടാണ് ആൻറ്റിജൻസിനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടി ലിംഫോസൈറ്റ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട്. അപ്പോൾ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയാം. അതായത് ആൻറ്റിജൻസിനെ ആൻറ്റിബോഡി ത്രൂ ആണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സെൽ എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ആണ് ലിംഫോസൈറ്റിന്റെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന രണ്ട് ടൈപ്പ്. അതിൽ ടി ലിംഫോസൈറ്റ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ബി ലിംഫോസൈറ്റ്സ് ആണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇവരുടെ ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്നത് ബോൺ മാരോയിലായതുകൊണ്ടാണ് ഇതിനെ ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ആക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. So, humoral immunity, it is a type of immunity in which antibodies are produced against the antigens attacking the body tissues. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആൻറ്റിബോഡീസ് ആണ് ഇവിടെ ആൻറ്റിജനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റ്സ് ആണ്. ആൻഡ് ബി ലിംഫോസൈറ്റ്സ് ആക്ച്വലി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് അവർ ആക്ടിവേറ്റഡ് ആകുമ്പോൾ രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ദേ ആർ പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി സെൽസ്. അപ്പോൾ ഇതിൽ ഈ പ്ലാസ്മ സെൽസ് ആണ് ആക്ച്വലി ബി ലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതായത് ആൻറ്റിബോഡീസിനെ ജനറേറ്റ് ചെയ്തിട്ട് ആൻറ്റിജൻസിനെ നശിപ്പിക്കുന്നത്. മെമ്മറി സെൽസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇതിനെ മെമ്മറൈസ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ആ ആൻറ്റിജനെ ഓർത്ത് വെക്കും. ഓർത്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അതേ ആൻറ്റിജൻ നമ്മളെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് പെട്ടെന്ന് ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെക്കാനിസം ഉള്ളത്. ഇനി എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബി ലിംഫോസൈറ്റ്സ് അവരുടെ ആ ഒരു ആക്ഷൻ, അതായത് ഈ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മെക്കാനിസം ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബി ലിംഫോസൈറ്റ്സ്. സോ ഈ ബി ലിംഫോസൈറ്റ്സ് നമ്മുടെ ബ്ലഡിൽ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കിടക്കണം. അപ്പോൾ അതൊരു ആൻറ്റിജനുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ഈ ബി ലിംഫോസൈറ്റ്സ് ആദ്യം നോക്കുന്നത് ഈ ആൻറ്റിജൻ അതിൻ്റെ റിസെപ്റ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ, ഇണങ്ങുന്നതാണോ, അതായത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിജൻ ആണോ എന്നുള്ളത്. കാരണം രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അല്ലേ നമുക്ക് മെയിൻലി ഉള്ളത്, സെൽ മീഡിയേറ്റഡും ഉണ്ട് ഹ്യൂമോറലും ഉണ്ട്. അപ്പോൾ ടി ലിംഫോസൈറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിജൻസ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ആക്ടിവേറ്റഡ് ആവുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിജൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം അത് നോക്കണം, ഇതെനിക്ക് പറ്റുന്നതാണോ, എനിക്ക് അടി ഉണ്ടാക്കാൻ പറ്റുന്ന ആൻറ്റിജൻ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഇനാക്റ്റീവായി കിടക്കുന്ന ബി ലിംഫോസൈറ്റ് ഈ ആൻറ്റിജനെ അതിൻ്റെ റിസെപ്റ്ററുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്തൊക്കെ നോക്കും. അതായത് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഇത് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ബി ലിംഫോസൈറ്റ് ഈ ആൻറ്റിജനെ എൻഗൾഫ് ചെയ്യും. എൻഡോസൈറ്റോസിസ് എന്നുള്ള പ്രോസസ്സ് കൂടെ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കും. എന്നിട്ട് അത് ഓക്കെയാണ് എന്ന് തോന്നുമ്പോൾ ഇതിനെ അങ്ങനെ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ ചെയ്യും. ഈ സെൽ ബി ലിംഫോസൈറ്റിൻ്റെ മുകളിൽ തന്നെ അതിനെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാച്ചെങ്കിൽ ഇതിനെ ടി ലിംഫോസൈറ്റ്സിൽ ടി ഹെൽപ്പർ സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഈ ടി ഹെൽപ്പർ സെൽസ് വന്നിട്ട് ഇതിനെ നോക്കിയ ശേഷം, അതായത് ഈ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്ത ശേഷം ആൻറ്റിജൻ ഓക്കെ ആണോ എന്നൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ ബി ലിംഫോസൈറ്റ്സിന് ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടി ഹെൽപ്പർ സെൽസ് വരുന്നത് വരെ ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യും, ഈ ആൻറ്റിജൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഹെൽപ്പർ ടി സെൽസ് വന്നിട്ട് ഇതിനെ ഓക്കെ ആണ് എന്ന് കൺഫേം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ബി ലിംഫോസൈറ്റ്സ് ഡിവൈഡ് ചെയ്യും. ബി ലിംഫോസൈറ്റ്സ് ആക്ടിവേറ്റഡ് ആവുകയാണ്. ഈ ടി ഹെൽപ്പർ സെൽസ് ഓക്കെ കൺഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഇതുമായിട്ട് നിനക്ക് മുന്നോട്ട് പോവാം എന്ന് പറയുമ്പോൾ ബി ലിംഫോസൈറ്റ്സ് ആദ്യം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ചെയ്യുന്ന വെച്ചെങ്കിൽ ഒന്ന് പ്ലാസ്മ സെല്ലായിട്ട് മറ്റൊന്ന് മെമ്മറി സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പ്ലാസ്മ സെൽ എന്ത് ചെയ്യും, ഈ വന്നിട്ടുള്ള ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് അപ്പോൾ നേരെ പോയിട്ട് ഈ ആൻറ്റിജൻ്റെ മുകളിൽ ചെന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ അറ്റാച്ച് ചെയ്തിട്ട് ആ ആൻറ്റിജനെ പതുക്കെ ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ ആൻറ്റിബോഡി മാർക്ക് ചെയ്തിട്ടുള്ള ആൻറ്റിജൻസിനെ ഫർദർ ആയിട്ട് അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്രോഫേജസ്, അതിനെ ഈറ്റർ സെൽസ് എന്നും പറയും. അപ്പോൾ മാക്രോഫേജസ് അതിനെ ആക്സെപ്റ്റ് ചെയ്യും.
എന്നിട്ട് ഫാഗോസൈറ്റോസിസ് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും. ഒന്നുകിൽ ഈ ആൻറ്റിബോഡീസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ ആൻറ്റിബോഡി മാർക്ക് ചെയ്തിട്ടുള്ള ആൻറ്റിജൻസിനെ ഇങ്ങനത്തെ ഈറ്റർ സെൽസ് വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയും. ഇങ്ങനെയാണ് ബി ലിംഫോസൈറ്റ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻഡ് ഇതിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇഫ് ദി സെയിം ഇൻട്രൂഡർ ഇൻവേഡ്സ് again, memory cells help the immune system to activate much faster. അതായത് മെമ്മറി സെൽസ് ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന, ഓർമ്മിച്ച് വെക്കുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ തവണ ഇതേ ആന്റിജൻ തന്നെ ശരീരത്തിൽ കയറുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് പ്ലാസ്മ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും. അപ്പൊ അതിനു വേണ്ടി അതിനെ ഓർത്ത് വെക്കാനാണ് ഈ മെമ്മറി സെൽസ് വരുന്നത്. ഇങ്ങനെയാണ് ബി ലിംഫോസൈറ്റ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഇങ്ങനെയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ആ സെയിം കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആന്റിജൻസ് പ്രസന്റഡ് ബൈ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആക്ടിവേറ്റ് ഹെൽപ്പർ ടി സെൽസ്. അപ്പോൾ ഹെൽപ്പർ ടി സെൽസ് ഇൻ ടേൺ ആക്ടിവേറ്റ് ബി ലിംഫോസൈറ്റ്സ് വിച്ച് ഡിവൈഡ് ഇൻ ടു പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി സെൽസ്. പ്ലാസ്മ സെൽസ് എന്ത് ചെയ്യും? ദേ പ്രൊഡ്യൂസ് ആന്റിബോഡീസ് ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദി ആന്റിജൻസ് ആൻഡ് ഡിസ്ട്രോയ് ദെം. And memory cells remain inactive in the body and get activated on exposure to the same antigen for the next time. അപ്പോൾ അതേ ആന്റിജൻ രണ്ടാമത്തെ തവണ വരുന്നത് വരെ അവർ ഇനാക്റ്റീവ് ആയി കിടക്കും, കാരണം അവർക്ക് അങ്ങനെ ആക്ട് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. And the antibodies produced at that time will be at a faster rate than the first time. അത് എപ്പോഴും അറിയാലോ, ഫസ്റ്റ് ടൈം നമ്മൾ എന്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവും, ഒരു ചെറിയ ഡിഫിക്കൽട്ടി, ചെറുതല്ല കുറച്ച് നല്ല രീതിയിൽ തന്നെ ഡിഫിക്കൽട്ടി ഉണ്ടാവും, നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയും. അപ്പോൾ അതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ബോഡിക്കകത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് സേ ഫോർ എക്സാമ്പിൾ ഒരു 1 day അല്ലെങ്കിൽ 2 day ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ ഇതേ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വിത്തിൻ ഹാഫ് എ ഡേ ഈ ആൻറ്റിബോഡീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മെമ്മറി സെൽസിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ മെമ്മറി സെൽസിന്റെ ഒരു കഴിവാണ്. അപ്പോൾ ഇത്രയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.